ആരുടെ ഉമ്മയാണ്, ആരുടെ അമ്മയാണ്, ആരുടെ ഉപ്പയാണ്, ആരുടെ അച്ഛനാണെന്നറിയാതെ സ്വന്തം പോലെ കൊണ്ടുപോകുന്ന ഓരോരുത്തരെയും നിങ്ങൾ കണ്ടല്ലോ. അവരുടെ പിടയുന്ന മനസ്സോടുകൂടിയാണ് അവർ കൊണ്ടുപോകുന്നത്. അവരാരും പണം കൊടുത്ത് ജോലി ചെയ്യുന്നവരല്ല, അവരേതെങ്കിലും ഡ്യൂട്ടി നിർവഹിക്കുന്നവരല്ല. ഇതോടൊപ്പം ഒരു സർക്കാർ ജീവനക്കാരൻ കൂടിയുണ്ട്. അത് നിങ്ങൾ കാണണം. രാത്രി ഏറെ വൈകിട്ടും രാവിലെ 10 മണി മുതൽ 5 മണി വരെ സേവനം അനുഷ്ഠിക്കുന്നവർ മാത്രമാണ് സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നവരോട് കാണിക്കേണ്ട ഒരു മുഖം കൂടിയുണ്ട്. അവരിപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോഡി പാർട്ടിന് ഒരു സർക്കാർ ജീവനക്കാരൻ, അതൊരു വില്ലേജ് ഓഫീസറാകാം, റവന്യൂ ഉദ്യോഗസ്ഥനാകാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വിധത്തിൽ നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരും കാരണം ഈ ബോഡി നമ്മൾ കുഴിയിലേക്ക് ഇറക്കുമ്പോൾ ആ ബോഡിയോടൊപ്പം നേരത്തെ DNA നടത്തിയതിൻ്റെ രജിസ്റ്റർ നമ്പർ കൂടി മാറിപ്പോകാത്ത വിധം പ്രത്യേകം പ്ലാസ്റ്റിക് കവറിലാക്കി ദ്രവിക്കാതെ കഴിയുന്ന വിധത്തിൽ അതിൽ കൊണ്ടുപോകണം. പുറത്തിപ്പോൾ നമ്മൾ കാണുന്ന കല്ലുകളിൽ അത് പ്രദർശിപ്പിക്കണം. ഈ DNA ടെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പുകളിൽ നിന്നോ മറ്റോ ആയി എടുത്തിട്ടുള്ള ബ്ലഡ് സാമ്പിളുകൾ കൂടി ഇതുമായി കൂട്ടിയോജിച്ച് അയാൾക്ക് തൻ്റെ ബന്ധുവിൻ്റെ മൃതശരീരം ഏതാണ്, എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാനുള്ള തെളിവ് അവിടെയാണ് അവശേഷിക്കുക. അപ്പോൾ അത്ര കൃത്യതയോടുകൂടിയാണ് ചെയ്യുന്നത്. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവരിൽ നിങ്ങൾ നോക്കൂ, ഷർട്ടുകൾക്കുള്ളിലുള്ള അവരണിഞ്ഞിരിക്കുന്ന യൂണിഫോമുകളിൽ അവരുടെ സംഘടനകളുടെ പേരുണ്ട്. അത് വ്യത്യസ്തമായ സംഘടനകളാണ്. ഇന്നലെ വരെ പരസ്പരം കണ്ടാൽ മിണ്ടാത്തവർ പോലും ഒരു മൃതശരീരത്തിൻ്റെ ചുറ്റും നിന്ന് മലയാളി പ്രദർശിപ്പിക്കുന്ന സ്നേഹം കാണിക്കുകയാണ്. ഞാൻ ഇന്നലെ മുതലേ കണ്ടു. പലരും പല രാഷ്ട്രീയ സംഘടനക്കാരാണ്, പലരും പല മതങ്ങളിൽപ്പെട്ടവരാണ്, പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ അവർക്കതൊന്നുമില്ല. അതാണ് ലോകത്തിൻ്റെ മുമ്പിൽ മലയാളി കാണിക്കുന്ന, നമ്മൾ എത്രയേറെ തർക്കം പറഞ്ഞാലും മലയാളി കാണിക്കുന്ന ഒരേക മനോഭാവം അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ആ ഐക്യമാണ് എല്ലാതിനെയും അതിജീവിക്കുമെന്ന് പറയാനുള്ള കേരളത്തിൻ്റെ കരുത്ത്. അത് വിടാതെ കേരളം തുടരുക തന്നെ ചെയ്യും. ആ വഴിയിലാണ് നമ്മുടെ എല്ലാ അനുഭവവും.